RRBയുടെ ടെക്നീഷ്യൻ ഗ്രേഡ് 3ൻ്റെ ഈ അഡ്മിറ്റ് കാർഡ് അതുപോലെ ഗ്രേഡ് 1ൻ്റെ ഈ അഡ്മിറ്റ് കാർഡ് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രേഡ് 1ൻ്റെതൊക്കെ. അപ്പോൾ അന്ന് ഗ്രേഡ് 1ൻ്റെത് ചെയ്തതിൽ ഗ്രേഡ് 3ൻ്റെത് അന്ന് നമുക്ക് ലിങ്ക് RRB തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ RRB ഗ്രേഡ് 3ക്ക് വേറെ സെപ്പറേറ്റ് ലിങ്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് നിങ്ങൾക്ക് എങ്ങനെ ലഭ്യമാകും, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഗ്രേഡ് 1ഉം ഗ്രേഡ് 3ഉം ഈ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇനി അതുപോലെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പിനെ കുറിച്ചിട്ടും എല്ലാം വിശദമാക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത്, കാരണം നമ്മൾ വീഡിയോയിൽ തുടർച്ചയായിട്ടും ഓരോരോ കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് പറയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടുണ്ടാകുന്ന സംശയങ്ങൾക്ക് തീർച്ചയായിട്ടും മറുപടി നൽകാൻ നിർവാഹമില്ല. കാരണം ഒരുപാട് മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പറയുന്ന വാട്സപ്പിലൂടെ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ പലരും വീഡിയോ പോലും കാണുന്നില്ല, ജസ്റ്റ് വീഡിയോയുടെ തമ്പനയിൽ നോക്കിയിട്ട് എന്താണ് കമൻറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് നിങ്ങൾ ചോദിക്കുകയാണ്. അത് ശരിക്കും ഞാൻ പ്രോത്സാഹിപ്പിച്ചാൽ ശരിയല്ല. കാരണം എന്താ വെച്ചാൽ ഒരുപാട് മെസ്സേജ് വരുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് മെസ്സേജ് ആയിട്ടും യാതൊരു റിപ്ലൈ ഇല്ല, അതല്ല. നമുക്ക് വീഡിയോയിലൂടെ ഞാൻ മാക്സിമം നിങ്ങൾക്ക് എല്ലാം സോൾവ് ചെയ്യുന്ന രീതിയിൽ തന്നെ കറക്റ്റായിട്ട് വീഡിയോയിൽ തരുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് നിങ്ങൾ ആ ഡ്യൂറേഷൻ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ, അതല്ലാതെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളോട് വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം മാത്രം എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ പറയുന്ന ISROയുടെയൊക്കെ HSFCയുടെ ഒക്കെ എക്സാമൊക്കെ വരാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ PYQസും അതിൻ്റെ ടെസ്റ്റ് സീരീസൊക്കെ നമ്മുടെ ആപ്പിലുണ്ട്. നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ GeoCL എജുലാൻഡ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, അത് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, അതിലുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ കമൻറ്റുകൾ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ആവുന്ന ലിങ്ക് കൊടുക്കും, അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജിലേക്കാണ് വരിക. ഇല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, GeoCL എജുലാൻഡ് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. അങ്ങനെ സെർച്ച് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാം. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മൊബൈൽ വ്യൂ ആണെങ്കിൽ ഇതിൻ്റെ അലൈൻമെൻറ്റിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വ്യൂ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞ കോളത്തിൽ നിങ്ങൾക്കിവിടെ കാണാം റെയിൽവേ അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് ലിങ്ക് ഞാൻ കോമൺ ആയിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ നമുക്കിവിടെ ഇവിടെ ഞാൻ മുകളിൽ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കാണാം റെയിൽവേ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ലിങ്ക് 2024 എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി, ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു പേജ് ഇവിടെ ഓപ്പൺ ആയി വരും. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പാണ് കേട്ടോ ഞാൻ പറയുന്നത്, പുതിയൊരു പേജ് ഓപ്പൺ ആയി വരും. അങ്ങനെ ഇവിടെ കാണാം നിങ്ങൾക്ക് റെയിൽവേ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് താഴോട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ നിങ്ങളുടെ ഇവിടെ ഓരോ കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. ELPൻ്റെത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ സബ് ഇൻസ്പെക്ടറാണ്, ഇവിടെ മൂന്നാമത്തെ കാറ്റഗറി കൊടുത്തത് പാരാമെഡിക്കൽ കാറ്റഗറിയാണ്, നാലാമത്തേത് ഇവിടെ ടെക്നീഷ്യൻ ഗ്രേഡ് 3. കണ്ടോ, ഇത് നോക്കണം നിങ്ങൾ, ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്താണെന്ന് ഉറപ്പാക്കണം. എന്നതിന് ശേഷം നിങ്ങൾ ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആണെങ്കിൽ അതിന് നേരെ അടിയിലുണ്ട് ഗ്രേഡ് 1ൻ്റെത്. അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ടെക്നീഷ്യൻ ഗ്രേഡ് 3ൻ്റെയാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. നിങ്ങൾക്കൂടെ കാണാൻ ടെക്നീഷ്യൻ ഗ്രേഡ് 3 നിങ്ങൾക്കൂടെ കാണാൻ ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഡൗൺലോഡ് എന്നുള്ള ബട്ടണിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മളൊന്ന് ഓപ്പൺ ആക്കാം, ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യാം. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഒരു പേജിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് RRBയുടെ പുതിയ, അതായത് നമുക്ക് നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ, ഞാൻ പറഞ്ഞു അത് ഈ പറയുന്ന RRB ടെക്നീഷ്യൻ്റെ ഇതാണ്, ഏകദേശം 5 ദിവസം മുൻപ് ചെയ്ത വീഡിയോ ആണ്. അത് ഗ്രേഡ് 1ൻ്റെതായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക, അതിൽ ഞാൻ എക്സാം ഡേറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ വന്ന് കാണാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ആർമി ഓർഡിനൻസ് കോർപ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്ത സമയത്ത് അതിൻ്റെ ഇടയിൽ കുറേ ഇഷ്യൂസ് വന്നു. ഇൻവാലിഡ് മെയിൽ അല്ലെങ്കിൽ പാസ്വേഡ് കറക്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലാതെ. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ പാടെ ചെയ്തിട്ടുണ്ട്. 10 ദിവസം മുൻപ് തന്നെ നമ്മൾ ഏകദേശം തവണക്കൂടെ കാണാം. ആർമി ഓർഡിനൻസ് ഫോം ഇൻവാലിഡ് ഇമെയിൽ മൊബൈൽ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് വീക്ക് പാസ്വേഡ് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ നിങ്ങൾ കാണാം കേട്ടോ. അഥവാ നിങ്ങൾക്ക് ഈ പറയുന്ന AOCക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്യാം. ഇല്ല നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ തരാം കേട്ടോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പറാണ് കൊടുക്കേണ്ടത്. ഈ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തല്ലോ, അപ്ലൈ ചെയ്തതിൻ്റെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടാകും. ആ പ്രിൻറ്റിലുണ്ടായിരിക്കും ഒരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടായിരിക്കും. ആ രജിസ്ട്രേഷൻ നമ്പറാണ് നിങ്ങളിവിടെ അടിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, ആ രജിസ്ട്രേഷൻ നമ്പർ അടിച്ചിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നിങ്ങളിവിടെ കൊടുക്കേണ്ടത്. ഡേറ്റും മന്തും ഇയറും നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് ഈ ക്യാപ്ച കോഡ് അടിച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യാം. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പേജിലേക്ക് വരും. ആ പേജ് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ, അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്തിൽ ഡേ മന്ത് ഇയർ കൊടുക്കുക. എന്നിട്ട് ക്യാപ്ച കോഡ് അടിച്ച് ലോഗിൻ ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്രേഡ് 1ൻ്റെ ആണ് ചെയ്യേണ്ടതെങ്കിൽ അതിൻ്റെ നേരെ താഴത്തുണ്ട്, അതിൻ്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. RRB ടെക്നീഷ്യൻ ഗ്രേഡ് ഈ കോൾ ലെറ്റർ എന്നുള്ളതിൻ്റെ ഡൗൺലോഡ് എന്നുള്ള ഭാഗം നിങ്ങൾക്ക് ഇവിടെ ഈ ലിങ്കിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇത് സെയിം പോലെ തന്നെയാണ് പേജൊക്കെ ഉണ്ടായിരിക്കുക. രണ്ടിനും 2 സെപ്പറേറ്റ് ലിങ്ക് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതേമാതിരി നമ്പർ ഉണ്ടാവും, ഇത്രയും ഡിജിറ്റുള്ള, അതാണ് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ. ഇവിടെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കൊടുക്കുക. ഓക്കെ,
എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ക്യാപ്ചർ അടിച്ചാൽ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ലോഗിൻ ചെയ്ത് കാണിക്കാം. അങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പേജിലേക്കാണ് വരിക. നിങ്ങൾക്കിവിടെ കാണാം CNRRB2/2024 എന്ന് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എക്സാമിൻ്റെ 10 ദിവസം മുൻപാണ് നമുക്ക് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. നമ്മുടെ എക്സാമിൻ്റെ 4 ദിവസം മുൻപാണ് നമുക്ക് ഈ കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പിൻ്റെ പർപ്പസ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഈ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് 5 ദിവസം മുൻപ് ചെയ്ത വീഡിയോ നമ്മുടെ ചാനലിൽ ജസ്റ്റ് നിങ്ങൾ കയറി നോക്കിയാൽ മതി. ഓക്കെ, ഇനി വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യണമെന്ന് തോന്നുന്നില്ല, കാരണം കുറേ നമ്മളത് പറഞ്ഞ കാര്യം ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പിൻ്റെ ആ ഒരു പർപ്പസ് തന്നെ ഇവിടെ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാവൽ അറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അത് നമുക്കിപ്പോൾ ഒരു എക്സാം സിറ്റി എവിടെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന ട്രെയിനോ അല്ലെങ്കിൽ ബസ്സിനൊക്കെ നമുക്ക് ടിക്കറ്റ് എന്താണ് റിസർവ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് എക്സാമിൻ്റെ 10 ദിവസം, നമ്മുടെ എക്സാം എന്നാണോ അതിൻ്റെ 10 ദിവസം മുൻപാണ് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ഒരു ഉദ്യോഗാർത്ഥിയുടെ, അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്, നമ്മുടെ കോൺടാക്ട് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ്. അപ്പോൾ അയാളുടെ സമ്മതത്തോടു കൂടി നമ്മൾ ചെയ്തിരിക്കുന്നതാണ്, അയാളുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട്. അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഹൈഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങൾ ഇതിൽ വിശദമാകുന്ന അറിയില്ല, എങ്കിലും ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ എക്സാം ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണാം. ഇതേമാതിരി നിങ്ങൾക്ക് ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം എക്സാം സിറ്റി എറണാകുളമാണ്, നമുക്ക് സ്റ്റേറ്റ് വരുന്നത് കേരളമാണ്, നിങ്ങൾക്ക് എക്സാം നടക്കുന്ന ഡേറ്റും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ഇതാണ് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് എന്ന് പറയുന്നത്. നിങ്ങളുടെ എക്സാമിൻ്റെ ഷിഫ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, മൂന്നാമത്തെ ഷിഫ്റ്റാണ്. അപ്പോൾ ആ ഷിഫ്റ്റിൻ്റെ ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഷിഫ്റ്റ് 1, ഷിഫ്റ്റ് 2, ഷിഫ്റ്റ് 3. അപ്പോൾ ഷിഫ്റ്റ് 3യുടെ സമയം ഇവിടെ റിപ്പോർട്ടിംഗ് ടൈമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3 PM ഷിഫ്റ്റ് 3 റിപ്പോർട്ട് ചെയ്യേണ്ട ടൈം. അപ്പോൾ നിങ്ങൾക്ക് ഷിഫ്റ്റ് 1 ആയിരിക്കാം, ചിലപ്പം ഷിഫ്റ്റ് 3 ആയിരിക്കാം, 2 ആയിരിക്കാം. അപ്പോൾ അത് നോക്കണം, എന്നിട്ട് അതിൻ്റെ ടൈം നോക്കി വെക്കുക. അതൊക്കെ നമ്മുടെ കോൾ ലെറ്ററും സെയിം സംഭവം ഉണ്ടാവും. അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് യാത്രയ്ക്ക് അതിനനുസരിച്ച് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എക്സാമിൻ്റെ 10 ദിവസം മുൻപ് തരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ആ ഒരു ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് സമയമാണ്. 4 മണിക്ക് ഗേറ്റ് ക്ലോസ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് എൻട്രി ഉണ്ടാവില്ല. പിന്നെ 4:30 എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇതൊരു ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ്, ഒരു എക്സാമിന് പോകുന്നതിന് മുൻപ് നിങ്ങളുടെ വെന്യൂ നിങ്ങൾക്ക് മനസ്സിലാക്കുക. അതായത് എക്സാം സിറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി RRB നമുക്ക് തരുന്ന ഒരു അവസരമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഈ പറയുന്ന സിറ്റി മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ യാത്ര നിങ്ങൾക്ക് അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ കോൾ ലെറ്റർ നിങ്ങളുടെ എക്സാമിൻ്റെ 4 ദിവസം മുൻപ് എന്നുള്ളതാണ് അവരുടെ നോട്ടീസ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 4 ദിവസം മുൻപാക്കേണ്ട ഒരു 5 ദിവസം മുൻപേ ട്രൈ ചെയ്യുക. ഓക്കെ, കുഴപ്പമില്ല. ചിലപ്പം ചില ഉദ്യോഗാർത്ഥികളൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുറച്ച് നേരത്തെ കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്, അതെന്താണെന്ന് അറിയില്ല. ഓക്കെ, അവർ ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്ത് 4 ദിവസം, എക്സാമിൻ്റെ 4 ദിവസം മുൻപാണ് നമുക്ക് ഈ പറയുന്ന ഈ കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാനിപ്പം നമുക്ക് ബൈ ഡിഫോൾട്ടായിട്ട് വരുന്നത് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പിലാണ് നമ്മൾ കിടക്കുന്നത്. ഇനി ഇവിടെ കാണാം ഈ കോൾ ലെറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കാണാം. ഇവിടെ കാണാം, നിങ്ങൾക്ക് ഈ കോൾ ലെറ്ററിൽ ക്ലിക്ക് ചെയ്യാം. ഈ കോൾ ലെറ്റർ ക്ലിക്ക് ചെയ്ത സമയത്ത് ഇപ്പം ഈ ഒരു ഉദ്യോഗാർത്ഥിയുടെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പിലൂടെ ഡേറ്റ് ഉണ്ട്, 20 ഡിസംബറാണ്. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് ഈ എക്സാമിൻ്റെ 3 ദിവസം മുൻപാണ്. അതായത് ഇന്ന് 17/12 ഇപ്പോൾ 20 ഡിസംബറിനാണ് ഈ ഉദ്യോഗാർത്ഥിയുടെ എക്സാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4 ദിവസം മുൻപ് ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൾമോസ്റ്റ് ഇതിൻ്റെ ഈ കോൾ ലെറ്ററും വന്നിട്ടുണ്ടാകും. ഈ ഡേറ്റിനോടനുബന്ധിച്ചുള്ള 21 ഡിസംബറിലൊക്കെ ഉള്ളവരുടെ ഈ കോൾ ലെറ്റർ ഇതിൽ എനേബിൾ ആയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ഈ കോൾ ലെറ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇത് ലോഡായി കാണുന്നില്ലെങ്കിൽ, ഇവിടെ ഇപ്പോൾ ഈ RRB ടെക്നീഷ്യൻ കേരളത്തിൻ്റെ എക്സാം ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 20th മുതൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡിസംബർ 30 വരെ ഇതിൻ്റെ എക്സാം നടക്കുന്നുണ്ട്, വിവിധ ദിവസങ്ങളിലായിട്ട്, വിവിധ ഷിഫ്റ്റുകളായിട്ട്. അപ്പോൾ നിങ്ങളുടെ എക്സാം ചിലപ്പോൾ 20 ആകാം, 23rd ആയിരിക്കാം, 24 ആയിരിക്കാം, 26th ആയിരിക്കാം, 27th ആയിരിക്കാം, 28th ആയിരിക്കാം, 29th ആയിരിക്കാം, 30th ഡിസംബർ ആയിരിക്കാം. അപ്പോൾ അതിൽ എങ്ങനെയാണോ ഇതിനനുസരിച്ചായിരിക്കും നമുക്കിവിടെ ഈ കോൾ ലെറ്റർ വരിക. ഇനിയിപ്പോൾ 29th ഉള്ളവർക്കൊന്നും ഇപ്പോൾ ഈ കോൾ ലെറ്റർ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എന്താണ് നിങ്ങൾ എലിജിബിൾ അല്ലാന്നൊന്നല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ തന്നെയാണ്, നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നമില്ല. പിന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾ സക്സസ്ഫുള്ളി സബ്മിറ്റ് എന്ന് കാണുകയാണെങ്കിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, നിങ്ങൾക്ക് ഈ കോൾ ലെറ്റർ വരും. ഓക്കെ, അപ്പോൾ 4 ദിവസം മുൻപാണ് ഈ കോൾ ലെറ്റർ വരിക എന്നുള്ളൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കി വെക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് കാണാം RRB ടെക്നീഷ്യൻ ഗ്രേഡ് 3ൻ്റെ ഇത് നിങ്ങൾ ഈ കോൾ ലെറ്റർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇങ്ങനെ ഞാൻ ഡൗൺലോഡ് ചെയ്ത ഈ കോൾ ലെറ്ററാണ് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കാണിച്ചത്. ഓക്കെ, ഇതാണ് ഈ കോൾ ലെറ്റർ. നമ്മുടെ ഒരു ഉദ്യോഗാർത്ഥിയുടെ, നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത ഉദ്യോഗാർത്ഥിയുടേതാണ്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന എന്താണ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത് കൊടുത്താണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്യുക, ഇത് പേഴ്സണൽ ഡീറ്റെയിൽസ് കാണിക്കാത്ത രീതിയിൽ നമ്മൾ വീഡിയോ ഇത് ചെയ്തോട്ടെന്ന് ചോദിച്ചുകൊണ്ടാണ് അവരുടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ലോഗിൻ ചെയ്ത് ഞാൻ വീഡിയോ കാണിക്കുന്നത്. ഇപ്പോൾ ഇതേ ഇഷ്യൂസ് നിങ്ങൾക്ക് ഇവിടെ കോൾ ലെറ്റർ കാണുന്നില്ല, നിങ്ങളിപ്പോൾ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന പോർഷനിൽ കോൾ ലെറ്റർ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്ക് ഇതാ ഞാൻ തരാം. ഓക്കെ, അതിന് മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾ മസ്റ്റായിട്ടും വാച്ച് ചെയ്യേണ്ടത്. അതായത് ഈ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്താൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് ഞാൻ ALPയുടെ ഒരു ഈ അഡ്മിറ്റ് കാർഡ് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വീണ്ടും അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങളിതാ ഇവിടെ ഞാനിപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് തന്നില്ലേ,
ഇവിടെ ഞാനിവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് തന്നില്ല നിങ്ങൾക്ക് ഇതാ ഈ പറയുന്ന ALPൻ്റെ തന്നു എല്ലാത്തിൻ്റെ തന്നു. അതിൻ്റെ താഴോട്ട് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രോൾ ഡൗൺ ചെയ്യുക. താഴോട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ വീഡിയോ നിങ്ങൾ കാണാം. RRB ഒഫീഷ്യൽ നോട്ടീസ് ഈ കോൾ ലെറ്ററിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള തലക്കെട്ടിലാണ്. ഈ വീഡിയോ വാച്ച് ഓൺ യൂട്യൂബ് എന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇത് ALPൻ്റെതാണ് ഞാൻ പറയുന്നതെങ്കിലും ഇതേ സെയിം കോൾ ലെറ്റർ തന്നെയാണ് നമുക്ക് എന്ത് ഈ ടെക്നീഷ്യനും വന്നിരിക്കുന്നത്. അതുകൊണ്ട് വേറെ മാറ്റങ്ങളൊന്നുമില്ല. എക്സാമിൻ്റെ ടൈമിലും ഡേറ്റിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റം ഉണ്ടാവുള്ളൂ. ബാക്കി പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ എന്താണ് സെയിം ആണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ തയ്യാറായാൽ മതി. ഇതിനടുത്ത് നിങ്ങൾക്ക് കൂടെ കാണാം RRB ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് എന്ന് പറഞ്ഞിട്ട് അൺലോക്കിംഗ് ആധാർ ബയോമെട്രിക്സ്. അപ്പോൾ നമ്മൾ എക്സാം എഴുതുന്നതിന് മുൻപ് നമ്മൾ ആധാർ അതായത് ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആധാർ വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡ് യൂസ് ചെയ്ത് നിങ്ങൾ ആധാർ നമ്പർ വെച്ച് നിങ്ങൾ വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം ഹാളിലേക്ക് നിങ്ങൾക്ക് ഒരു എൻട്രി കിട്ടണമെങ്കിൽ നിങ്ങളെ ബയോമെട്രിക് ഡാറ്റാസ് അവർക്ക് എന്ത് ചെയ്യണം, ക്യാപ്ചർ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആധാർ അൺലോക്ക് ആക്കിയിരിക്കണം. ചില സമയങ്ങളിൽ നമ്മുടെ എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ട്, അത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്താകാറുണ്ട്, ലോക്ക് ആവാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കയറി നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അത് അൺലോക്ക് ആക്കാം. അൺലോക്ക് ആണെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എക്സാം എഴുതാൻ പോകാം. ഇതെല്ലാ എക്സാമിന് പോകുമ്പോൾ നമ്മൾ ഉറപ്പിക്കുന്നത് നല്ലതാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ALP എക്സാം സിറ്റി ഡീറ്റെയിൽസും അതിൻ്റെ നോട്ടീസിനെ കുറിച്ചിട്ടാണ്. ഇതിലൊക്കെ എക്സാം ഡേറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ 3 വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് നമ്മുടെ കോൺടാക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഹോമിൽ പോയി ജസ്റ്റ് ഹോം എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്ത് നിങ്ങൾക്ക് അവിടെ ഏറ്റവും താഴെ കോൺടാക്ട് ഓർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ടീം ഇതിൽ ക്ലിക്ക് ചെയ്താൽ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആണെങ്കിൽ മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അല്ലാതെ നിങ്ങളിത് ജസ്റ്റ് നോക്കാതെ എന്താണ് ഡൗൺലോഡ് ചെയ്ത് തരുമെന്ന് ചോദിക്കരുത്. കാരണം അത്രയും ചെയ്ത് തരാനുള്ള സമയമല്ല. എന്തെങ്കിലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നടക്കുന്നില്ല, നിങ്ങൾ ചെയ്തിട്ട് നടക്കുന്നില്ല, നിങ്ങൾക്ക് മൊബൈൽ വ്യൂവിൽ അത് എനേബിൾ ആകുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഇതിലേക്ക് ഇട്ടുതരാം. ഫ്രീ ആയിട്ട് എന്നാൽ സർവീസ് ചാർജോ കാര്യങ്ങളൊന്നും തന്നെ വേണ്ട അക്കാര്യങ്ങൾക്കൊന്നും. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ടെക്നിക്കൽ ഇഷ്യൂ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മീൻസ് ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ സ്പെസിഫിക് ആയിട്ടൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, തീർച്ചയായിട്ടും അത് ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പിന്നെ നമ്മുടെ ആപ്പിൽ കയറിയിട്ട് നിങ്ങൾ ആപ്പായിട്ടും വെബ്സൈറ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. നമ്മുടെ ആപ്പിൽ കയറിയിട്ട് ആപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഒക്കെ നിങ്ങൾക്ക് ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ അടിച്ചാൽ മതി, ജിയോസിയിൽ വിജിലൻറ്റിൽ അടിച്ചാൽ മതി. ഇല്ല അതിൻ്റെ ലിങ്കൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ സ്റ്റഡി മെറ്റീരിയൽസിൽ പോയാൽ മതി. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് പോയാൽ ലിങ്ക് ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഓരോ നോട്ടിഫിക്കേഷൻ അടിയിലും ലിങ്ക് ഉണ്ട്. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൻ്റെ വെബ്സൈറ്റ് തന്നെ ഉണ്ട്, അങ്ങനെയായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലിന് നല്ല സപ്പോർട്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റും കിട്ടും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ അതൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഇത്തരം നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ നമ്മൾ ഇടുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ചോദിക്കുക. പിന്നെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലൂടെയും നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോൺടാക്ട് ചെയ്താൽ എനിക്ക് കുറച്ചും പാടെ ഈസി ആയിട്ട് നിങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നീട്ടി വലിച്ച് ചോദിക്കരുത്. വളരെ സ്പെസിഫിക് ആയിട്ട് ഓരോരോ എന്താണ് കാര്യങ്ങൾ നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് മറുപടി തരാൻ പറ്റും. മറ്റേ നമുക്ക് വെറുതെ ടൈം വേസ്റ്റിംഗ് ആയി പോകും. അപ്പോൾ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് മറക്കണ്ട. താങ്ക് യു.